കുട്ടികളുടെ ബ്രെയിൻ അത് വളരെ നല്ലതാണ്. ഇത്രയധികം ഗുണങ്ങളുള്ളതുകൊണ്ട് നല്ലതാണ്. ദിവസേന 8 മുതൽ 10 കാടമുട്ട കഴിക്കണമെന്ന് പല ആളുകളും പറയുന്നുണ്ട്. അത് തെറ്റാണ്. അങ്ങനെ കഴിച്ചാൽ കൊളസ്ട്രോളും പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും ഹൃദ്രോഗികൾക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് ബാഡാവും. ചുമയ്ക്കും ജലദോഷത്തിനും ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് ആക്ച്വലി. ഇതിനകത്ത് ധാരാളം മിനറൽസ് ഉള്ളതുകൊണ്ട് അസുഖം ഉള്ളപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതുകൊണ്ട് അസുഖം മാറുമെന്ന് വിശ്വസിക്കരുത്. ഓക്കെ. ഇനി നമുക്ക് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ ആഴ്ചയിലൊരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം കഴിക്കാം. ദിവസേന ഒരു 4 മുട്ട വരെയൊക്കെ മറ്റ് അസുഖങ്ങളുമില്ലാത്ത ആളുകൾ കഴിക്കാം. വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഗർഭിണികൾ അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളൊരു 2 അല്ലെങ്കിൽ 3, കൊച്ചു കുട്ടികളാണെങ്കിൽ 1 മുതൽ 2, ഇതാണ് കണക്ക്. അപ്പോൾ കാടമുട്ട ധാരാളം ഗുണങ്ങളുണ്ട്. പക്ഷെ അതൊരു മരുന്നല്ല. അതിനൊരു സ്ഥാനമെന്ന് പറയുന്നത് ഒരു നല്ല പോഷക സമ്പന്നമായിട്ടുള്ളൊരു ഭക്ഷണമാണെന്ന് പറയാം. അപ്പോൾ ഇത് ശരിയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക്